പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. നമ്മുടെ ഒരു കിലുക്കം മൂവിയിൽ അതിലെ ജഗദീനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ജഗദീൻ്റെ ഒരു ഡയലോഗുണ്ട് അതിൽ, ഞങ്ങൾ അടിച്ച് പിരിഞ്ച്, ഞാനും അവനുമായി അടിച്ച് പിരിഞ്ച് എന്ന് പറയുന്ന ഒരു ഡയലോഗ്. ഇന്നലെ തൊട്ട് എനിക്ക് ഈ മോദിജിനെ കുറിച്ചിട്ടുള്ള വാർത്തകളൊക്കെ കാണുമ്പോൾ എന്തെന്നറിയില്ല, ആ ഒരു ഡയലോഗ് ഓർത്തിട്ട് ചിരി വരികയാണ് ചെയ്യുന്നത്. എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു ന്യൂസൊക്കെ ടി വിയിൽ കാണുമ്പോൾ എനിക്ക് വല്ലാതെ ചിരി വരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ രാഹുൽ ഗാന്ധി ഇദ്ദേഹത്തിന് ഒരു മറുപടിയായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അത് കാണുമ്പോൾ വാസ്തവത്തിൽ അതിലെ ഒരു ജഗദീനെ തല്ലാൻ വരുന്ന ഒരു കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് കിട്ടുന്നില്ല, ആ ഒരു കഥാപാത്രം ആയിട്ട് രാഹുൽ ഗാന്ധിയെയും നരേന്ദ്രമോദിനെ ഒരു ജഗതിയായിട്ടും തോന്നുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി അത്ര മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നു. അപ്പോൾ നരേന്ദ്രമോദി ഞങ്ങൾ അടിച്ച് പിരിഞ്ച് എന്ന് പറയുന്നത് പോലെ ഫീൽ ചെയ്യുന്നു. അദ്ദേഹം നല്ലൊരു വീഡിയോ ആയിരുന്നു രാഹുൽ ഗാന്ധി ഇന്നലെ ചെയ്തിട്ടുള്ളൊരു വീഡിയോ. കാരണം നരേന്ദ്രമോദി ആകെ പെട്ടുപോയി. അദാനീൻ്റെയും അംബാനീൻ്റെയും പേര് ആദ്യം പറയാതിരുന്നിട്ട് പെട്ടുപോയി, ഇപ്പം പറഞ്ഞിട്ട് പെട്ടുപോയി. ഇവരുടെ ഒരു സൗഹൃദം എന്ന് പറയുന്നത് ഭയങ്കര രസകരമാണ്. നരേന്ദ്രമോദി, അദാനി, അംബാനി തമ്മിലുള്ളൊരു സൗഹൃദം എന്ന് പറയുന്നത് ഭയങ്കര രസകരമാണ്. കാരണം ഒരിക്കൽ പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി ആവുന്നത്ര എന്തെങ്കിലും പറയൂ ബൈ എന്ന് മോദിജിനോട് ആവുന്നത്ര പറഞ്ഞിട്ടും ഒന്നും ഉരിയാടാതെ ആ ഒരു സൗഹൃദത്തെ കാത്തു സൂക്ഷിക്കുകയും തുടർന്ന് ഇപ്പോൾ ഇന്നലെയാണോ മിനിയാന്നാണോ എന്ന് കൃത്യമായിട്ട് അറിയില്ല, ഇന്നലെയാണെന്ന് തോന്നുന്നു, എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അദാനീനെയും അംബാനീനെയും കുറിച്ച് രാഹുൽ ഗാന്ധി പറയാത്തതെന്നുള്ളൊരു സങ്കടമായിരുന്നു മോദിജിക്ക്. കാരണം അദ്ദേഹത്തിന് വിഷമമാവുന്നുണ്ടാവും. ഇത്രയും കാലം രാഹുൽ ഗാന്ധി അദാനി അംബാനി എന്ന് പറഞ്ഞ് നടന്നിട്ട് ഇലക്ഷൻ ആകുമ്പോൾ മാത്രം എന്താ പറയാത്തത് എന്നുള്ളൊരു സങ്കടമായിരിക്കാം ഒരു പക്ഷേ രാഹുൽ ഗാന്ധി അദാനിയെയും അംബാനിയൊക്കെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ച് നരേന്ദ്രമോദി ആകെ കുടുങ്ങിയെന്നുള്ളൊരവസ്ഥയായി. EDനെയും CBIയെയും അദാനിൻ്റെയും അംബാനീൻ്റെയും അടുത്തേക്ക് അയക്കാതിരിക്കുന്നത് മോശമല്ലേ എന്നുള്ളൊരു തരത്തിലായിരുന്നു രാഹുൽ ഗാന്ധീൻ്റെ വീഡിയോ. എനിക്കെന്തായാലും ആ ഒരു വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നരേന്ദ്രമോദി എന്തായാലും ആകെ ഹാല് പിടിച്ചിരിക്കുകയാണ്. ഞാൻ ഇത്രയും കാലം ഞാൻ രാഹുൽ ഗാന്ധിനെ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നാലും ഞാൻ വിചാരിച്ചിരുന്നത് ഈ തവണയും മോദിജി തന്നെയായിരിക്കും ജയിക്കുക. കാരണം ഇവരുടെ ഒരു എന്താ പറയുക, തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ടുള്ള ഈ ഒരു സൗഹൃദം, അദാനി അംബാനിയുമായിട്ടുള്ള അതേ ഒരു അടുപ്പമാണല്ലോ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുമായിട്ടുള്ള ഇവരുടെ ഒരു സൗഹൃദം. ഇവരാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയാൻ പറ്റില്ല, BJP തന്നെയാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. അങ്ങനെ ആവുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ഒരു ആഗ്രഹമായിട്ട് അവശേഷിക്കും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നത് എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നരേന്ദ്രമോദീൻ്റെ പേടിയൊക്കെ കാണുമ്പോൾ, നമ്മുടെ മോദിജിൻ്റെ പേടിയും വെപ്രാളവും ഒക്കെ കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നുന്നു, വല്ലാത്ത ആത്മധൈര്യം തോന്നുന്നു. എനിക്ക് ഒരുപാട് സന്തോഷം. ഉറപ്പായിട്ടും നമ്മുടെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. തന്നെയുമല്ല, അയോധ്യയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വീണ്ടും വിദ്വേഷം പ്രസംഗിച്ചുകൊണ്ട് വോട്ട് നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ് നരേന്ദ്രമോദി. 400 സീറ്റെന്ന് പറഞ്ഞ് ആകെ പെട്ടൊരവസ്ഥയിൽ നിൽക്കുകയാണ്, പറഞ്ഞു കുടുങ്ങി എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അത് തന്നെ അവർക്ക് തിരിച്ചടി ആയി മാറും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. പിന്നെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി കാറ്റിങ്ങനെ വീശുമ്പോൾ എന്താണെന്നറിയില്ല, എനിക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. കാരണം എനിക്ക് രാഹുൽ ഗാന്ധിനെ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും രാഹുൽ ഗാന്ധിജിനെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവനിൽ എനിക്ക് ആശങ്കയുണ്ട്. വാസ്തവത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് രാജ്യം ഭരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവണമെന്ന് വാസ്തവത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരിക്കൽ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഏതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു, അദ്ദേഹത്തിൻ്റെ പിതാവ് പ്രധാനമന്ത്രിയാവുന്നത് അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. കാരണം ഇന്ദിരാഗാന്ധിയുടെ, അതായത് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയുടെ മരണം
അവരെ അത്രമാത്രം ഭയപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം അതിൻ്റെ പിന്നാലെ തങ്ങളുടെ പിതാവ് പ്രധാനമന്ത്രിയായി വരുന്നത് ആ അമ്മയ്ക്കും മക്കൾക്കൊന്നും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പിതാവിൻ്റെ ജീവനിൽ വല്ലാത്ത പേടിയുണ്ടായിരുന്നു എന്നൊക്കെ അദ്ദേഹം ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. പ്രിയങ്ക ഗാന്ധിയും ഇതേ കാര്യം തന്നെ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. അതേ ഒരു പേടി തന്നെയാണ് എനിക്കിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലും. വാസ്തവത്തിൽ സത്യം പറയുക രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവാൻ എനിക്കിഷ്ടമല്ല. അദ്ദേഹം നമുക്ക് എല്ലാത്തിനും നല്ലൊരു നേതാവായിട്ട് തുടരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ BJP RSS എന്ന് പറയുന്നവർ എന്തിനും മടിക്കാത്ത ആൾക്കാരാണ്. അന്ന് രാവണൻ്റെ ചിത്രമാക്കി നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ചിത്രം രാവണൻ്റെ ചിത്രമായിട്ട് അവർ പോസ്റ്റർ അടിച്ചപ്പോൾ ഒരുപാട് ആളുകൾ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. ഗാന്ധിജി കൊല്ലപ്പെടുന്നതിന് മുൻപ് ഗാന്ധിജിയുടെ ചിത്രം ഇതുപോലെ അവർ എന്താ പറയുക BJP പോസ്റ്റർ ചെയ്തിരുന്നു എന്ന് വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും രാഹുൽ ഗാന്ധിക്ക് ആപത്തൊന്നും സംഭവിക്കാതിരിക്കട്ടെ. എനിക്ക് ഉറപ്പുണ്ട് രാഹുൽ ഗാന്ധിക്ക് ഒരു ആപത്തും സംഭവിക്കില്ല. നമ്മളെപ്പോലെയുള്ള പാവപ്പെട്ട നിഷ്കളങ്കരായിട്ടുള്ള ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന രാഹുൽ ഗാന്ധിയുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. എന്തായാലും നമ്മളെപ്പോലെയുള്ള പാവപ്പെട്ടവരുടെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കാതിരിക്കില്ലല്ലോ. എല്ലാ കാലത്തും എന്താ പറയുക ദുഷ്ടന്മാർ തന്നെ വിജയിക്കില്ല. എന്നായാലും ഒരു ദിവസം നന്മ വിജയിക്കും. ഉറപ്പായിട്ടും നമ്മുടെ രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാൻ നമുക്ക് സാധിക്കും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും നന്മ നേരുന്നു. താങ്ക് യു.